അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കാത്തിരുന്നൊരു സാധനമാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഗൂഗിൾ ടി വി ആണ്, തോംസണിന്റെ 50 ഇഞ്ച്. അപ്പോൾ നാളെയാണ്, ശരിക്കും 21-ാം തീയതിയാണ് ഫ്ലിപ്കാർട്ട് നമുക്ക് ഡെലിവറി പറഞ്ഞിരുന്നതെങ്കിൽ പോലും 1 ഡേ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ആ സാധനം ഇന്നലെ തന്നെ ആലപ്പുഴ എത്തിയിരുന്നു. ഇന്നിപ്പോൾ നമ്മളുടെ ഫ്ലിപ്കാർട്ടിന്റെ ഏജന്റ് വീട്ടിൽ ആ സാധനം കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവർ തന്നെയാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. ശരിക്കും പറയുന്നത് അവർ അൺബോക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ഡാമേജ് ഇല്ല എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ OTP കൊടുത്ത് ആ OTP എൻ്റർ ചെയ്തിട്ടാണ് അവർ പോവുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അവരിത് തുറന്ന് നമ്മളെ കാണിക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അത് കാണുക. അപ്പോൾ ടി വി അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചു. അതിനുശേഷം ടി വി എടുത്തു. ടി വി കവറിൻ്റെ അകത്ത് നിന്ന് അൺബോക്സ് ചെയ്തു. അതിനുശേഷം നമ്മളെ കാണിച്ചു തന്നു. ഡാമേജ് ഒന്നും ഇല്ല എന്ന് അവർ കാണിച്ചു തന്നു. അതിനുശേഷം വീണ്ടും അവർ തന്നെ കവറിൻ്റെ അകത്ത് ആക്കി വെക്കും. കാര്യം ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി ഒരാൾ വരാനുണ്ട്. ഓക്കെ. ഇന്ന് സപ്പുവിൻ്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രാവിലെ പോയിരുന്നു. അപ്പോൾ ടി വി വീട്ടിൽ വന്നു. പിന്നെ വൈഫാണ് ആ വീഡിയോ, നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരു വീഡിയോ എടുത്ത് നോക്കി എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നേക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ടി വി അതിൻ്റെ അകത്ത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ആ ടി വിയുടെ കൂടെ വന്നിരിക്കുന്ന സാധനങ്ങൾ, നമ്മളുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് 2 ടേബിൾ ടോപ്പ് സ്റ്റാൻഡ്, അതുപോലെ റിമോട്ട്, പിന്നെ ഒരു AV കേബിള്, പിന്നെ അത് കൂടാതെ ഒരു ലോക്കൽ ബേസ് ആണെങ്കിൽ ഒരു വാൾ മൗണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വന്നുടനെ തന്നെ നേരെ മുകളിലേക്ക് വന്നു. നേരെ നമ്മുടെ ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന MIയുടെ ടി വി ആണ്. MIയുടെ 43 ഇഞ്ച് ഫുൾ HD ആ ടി വിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പല 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 ക്ലാരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു പുതിയ 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ടി വി നമ്മൾ ഈ ടേബിൾ ടോപ്പിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഓൾറെഡി അതിൻ്റെ അകത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടി വി നമുക്ക് ആദ്യമേ അഴിക്കണം. അഴിച്ചിട്ട് നമുക്ക് പുതിയ ടി വിയെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ടി വി താഴേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി മോനെ വിളിച്ചു. മോൻ ക്യാമറയൊക്കെ പിടിച്ചിട്ട് പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇതാ കണ്ടില്ലേ, ഹാളിലൊക്കെ തുണി ഉണങ്ങാനൊക്കെ വിരിച്ചിട്ടുണ്ട്. വൈഫിൻ്റെ ഓരോ കലായ പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് താഴെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടി വി താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. താഴെ കൊണ്ട് വെച്ചതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു. ആ കാർഡ്ബോർഡ് എടുത്ത് ഈ ടേബിളിൻ്റെ മേലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ടി വിയെ എടുത്ത് ഇതിന് പുറത്തേക്ക് വെക്കാൻ പോവാണ്. അതിനുശേഷമാണ് നമുക്ക് ഒരു ടേബിൾ ടോപ്പ് സ്റ്റാൻഡ് അവർ തന്നിരുന്നത് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ ടേബിൾ ടോപ്പ് സ്റ്റാൻഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇത് അവരുടെ ടെക്നീഷ്യൻ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. നമ്മളിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ടെക്നീഷ്യൻ വന്നിരുന്നു. അതിനുശേഷം അയാൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ പുള്ളി, ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നത് കാരണം കൊണ്ട് പുള്ളി അത് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുള്ളി പോയി. അപ്പോൾ ഞാനിത് നേരെ ആ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ താഴെ 2 സ്ക്രൂ വീതമുണ്ട് ഓരോ ലെഗിൻ്റെയും താഴെ. അപ്പോൾ ആ സ്ക്രൂ നമുക്ക് കാണാൻ പറ്റും. ഇത് ടി വിയിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്രൂ, അല്ലാതെ നമുക്ക് കവറിലോ പാക്കറ്റിലോ ഒന്നും അല്ല. ടി വിയുടെ ബാക്കിൽ തന്നെ നമുക്ക് സ്ക്രൂ അവർ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ടി വി ഇതുപോലെ വെച്ചിട്ട് ആ താഴെയുള്ള പോർഷനിൽ 2 സ്ക്രൂ വീതം ഓരോ സൈഡിലും സ്ക്രൂ വീതം നമുക്ക് കാണാൻ പറ്റും. ശരിക്കും മെറ്റൽ ബിൽഡാണ് ഇതിൻ്റെ സ്റ്റാൻഡുകൾ വന്നേക്കുന്നത്. മെറ്റൽ ബിൽഡാണ്, അല്ലാതെ പ്ലാസ്റ്റിക് ബിൽഡ് അല്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഡ്രിൽ മെഷീൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഞാനതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ടും പിന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് നമ്മൾ ഡ്രില്ലിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്തു. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാം. ഞാൻ ഡ്രിൽ മെഷീൻ കൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനത് ഡ്രിൽ മെഷീൻ്റെ അകത്തേക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് പിടിപ്പിച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്തു. അപ്പോൾ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ബോഡി അടക്കം ടി വിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് നല്ല വെയിറ്റ് ഉള്ള ഒരു ടി വിയാണ്. പിന്നെ വാൾ മൗണ്ടിനുള്ള സെറ്റപ്പ് ഫീച്ചേഴ്സ് ഒക്കെ അവർ അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാൾ മൗണ്ട് പിടിപ്പിക്കണമെന്നുള്ളവർക്ക് വാൾ മൗണ്ട് പിടിപ്പിക്കാൻ പറ്റും. വളരെ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വെയിറ്റും കാര്യങ്ങളും ഒക്കെ ടി വിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഓണാക്കിയൊക്കെ നോക്കാം. പവർ കൊടുക്കണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് റിമോട്ട് വേണം. നമ്മളിപ്പോൾ ഇവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് റിമോട്ട് ഉപയോഗിച്ചിട്ടും, അല്ലാതെ ടി വിയുടെ താഴെ ഒരു ബട്ടൺ ഉണ്ട്, പക്ഷേ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓൺ ആക്കുക എന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിമോട്ടിൻ്റെ അകത്ത് അവർ നമ്മൾക്ക് ഈ പാക്കേജിൽ 2 ബാറ്ററി ഉൾപ്പെടെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് ബാറ്ററി ഇടാം റിമോട്ടിൽ.
നമ്മളപ്പോൾ റിമോട്ടിൽ ബാറ്ററി ഒക്കെ ഇട്ടു, സെറ്റാക്കി. അപ്പോൾ ഈ റിമോട്ട് അടിപൊളി ഒരു റിമോട്ടാണ് കേട്ടോ. നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും യൂട്യൂബും അടക്കം നമ്മുടെ റിമോട്ടിൻ്റെ അകത്ത് ക്വിക്ക് കീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ടി വികളിലും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ്, ഇൻപുട്ട് ഡിവൈസിൻ്റെ ഫീച്ചർ, അതുപോലെ യൂസർ ഡീറ്റെയിൽസ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അങ്ങനെയൊക്കെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബട്ടൺസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടി വി ഞാൻ ജസ്റ്റ് ഓൺ ആകുമ്പോൾ വരുന്നത് ആദ്യം തോംസൺ ഫ്രണ്ട്ലി ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീനാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് ഗൂഗിളിൻ്റെ ലോഞ്ച് ഐക്കൺ കാണാൻ പറ്റും. അത് വളരെ സൂപ്പർബാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ക്യാമറയുടെ എക്സ്പോസർ, ഫോണിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാമറയുടെ എക്സ്പോസർ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഗൂഗിളിൻ്റെ ആ ഒരു ലോഞ്ചിങ് ലോഗോ ഇറ്റ്സ് വണ്ടർഫുൾ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക, നല്ലൊരു ഫീലാണ് ആ ടി വിയുടെ സെൻറ്ററിൽ നിന്ന്. ശരിക്കും അത് അകത്തുനിന്ന് വരുന്നൊരു ഫീൽ നമുക്ക് തോന്നും. അത് ഒരു ലൈവ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. വളരെ സൂപ്പർബാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ബൂട്ടാണ്. പക്ഷേ ഫസ്റ്റ് ബൂട്ടിൽ തന്നെ ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്യുന്ന സ്പീഡ്, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഏറ്റവും മുകളിൽ തന്നെ ഇൻപുട്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. എംഐയുടെ ടി വിയൊക്കെ ഞാൻ ഉപയോഗിച്ച സമയത്ത് അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് ഈ സംഭവം തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് മേളിലേക്കും താഴേക്കും സൈഡിലേക്കും ഒക്കെ പ്രസ് ചെയ്ത് റിമോട്ടിൻ്റെ അകത്ത് നമ്മളുടെ പണി തീരും. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻപുട്ട് ഡിവൈസ് എടുത്ത്, എസ്പെഷ്യലി ഞാൻ HDMI ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ HDMIയുടെ ഇൻപുട്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രസ് ചെയ്യണം. ഇവിടെ വളരെ ക്വിക്കായിട്ട് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഇൻപുട്ട് ഏതാണ് വേണ്ടതെന്നുള്ളതും പവർ ഓപ്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ആ ഒരു മെനു അവിടെ തന്നെ കൊടുത്തേക്കുന്നത്. അതുകൂടാതെ റിമോട്ടിലും ഈ സെയിം ഫീച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. അവിടെ ഏറ്റവും ഹോം സ്ക്രീനിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ആ ഒരു മെനു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കാര്യം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞ ഇൻപുട്ട്. അതുപോലെ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലത്തെ നെറ്റ്വർക്ക് ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഈ ടി വിയിൽ വൈഫൈ മാത്രമല്ല വരുന്നത്. വൈഫൈ 2.5 GHz അതുപോലെ തന്നെ 5 GHz ഓൾറെഡി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കണക്ട് ആവുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ ഞാനിവിടെ യൂട്യൂബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് യൂട്യൂബ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് യൂട്യൂബാണ്. ഫോർ ടി വിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് അവർ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. യൂട്യൂബ് അടക്കം എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് അപ്ഡേറ്റഡ് വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ അകത്ത് തന്നെ അപ്ഡേറ്റഡ് വെർഷൻസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. യൂട്യൂബ് വളരെ ക്വിക്കായിട്ട് ലോഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. സൂപ്പർബായിരുന്നു. നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ മച്ചന്മാരെ ചെറിയൊരു പണി കിട്ടി. ചില വീഡിയോസിൻ്റെ ഷോട്ടും അതുപോലെ ചില ക്ലിപ്പുകളും ഒക്കെയാണ് നമ്മൾ കാണിച്ചിരുന്നത്. അത് ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചത് അതൊക്കെയാണ്. പക്ഷെ അതൊക്കെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ പെർമനൻ്റ്ലി ബ്ലോക്കായി പോയി. അപ്പോൾ നമ്മൾ രണ്ടാമത് റീ എഡിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിൽ നമ്മളൊരു മൊസൈക്ക് എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതിൽ വരുന്നത് ആക്ച്വലി 40 വാട്ടിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് ഈ ടി വിക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഹോം തിയേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഹോം തിയേറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ കേട്ട ഓഡിയോ ശരിക്കും ടി വിയിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. 40 വാട്ട് സ്റ്റീരിയോ സ്പീക്കറിനോടൊപ്പം തന്നെ അവർ DTS ട്രൂ സൗണ്ടും അതുപോലെ ഡോൾബി MS12ഉം ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് മോഡ്, മൂവി മോഡ്, അതുപോലെ ഗെയിം മോഡ്, ഇങ്ങനെയുള്ള കുറേ മോഡുകളും ഈ ഓഡിയോയിൽ തന്നെ നമുക്ക് വേരിയേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടി വി ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അവിടെ നിന്നും ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്ക് 26,000 രൂപയോളമാണ് അതിൻ്റെ അകത്ത് പ്രൈസ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തതുകൊണ്ട് 4,000 രൂപയോളം എനിക്ക് ഓഫർ കിട്ടുകയുണ്ടായി. അങ്ങനെ 22,049 രൂപയ്ക്കാണ് ഈ ടി വി എനിക്ക് കിട്ടിയിട്ടുള്ളത്. യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ 22,049 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഒരു നല്ല ബെറ്റർ ഓപ്ഷനാണ് ഈ ടി വി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓഡിയോ ക്വാളിറ്റി, അതുപോലെ വീഡിയോ റെസൊല്യൂഷൻ, ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇൻ്റർഫേസ്, അതുപോലെ തന്നെ കണക്ടിവിറ്റി, ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ്, ഇതുകൂടാതെ നമുക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതായത് വൈഫൈയും ബ്ലൂടൂത്തും അടക്കമുള്ള നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, കൂടാതെ റിമോട്ടിൻ്റെ അകത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് ഫീച്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ MIയുടെ ടി വിക്കകത്ത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറും ഗൂഗിൾ അസിസ്റ്റൻറ്റും എല്ലാമായിട്ട് വന്നിരിക്കുന്ന ഈ ടി വി ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ ബെറ്റർ ഓപ്ഷനാണ്. 2,299 രൂപ കൊടുത്താൽ, അപ്പോൾ ടോട്ടൽ ഒരു 24,299 പ്ലസ് ഒരു 49 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ഈ ടി വി 3 വർഷം വാറണ്ടി ഉൾപ്പെടെ ആക്സിഡന്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ നമുക്ക് കിട്ടും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.